അമ്മ മരിച്ചതോടെ എൻ്റെ ജീവിത രീതികൾ പാടെ മാറി. എനിക്ക് പറ്റാവുന്ന അപകടങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളുമെല്ലാം അവയിൽ വിഷമിച്ചിരുന്ന ആ ഒരേ ഒരാളുടെ മരണത്തോടെ എനിക്ക് നിസ്സാരമായി തോന്നാൻ തുടങ്ങി. ജീവിതം അനായാസമായി. ഒരിടത്തുറച്ചിരിക്കാതെ നിരന്തരമായ യാത്രയായി എൻ്റെ ജീവിതം മാറുന്നത് അങ്ങനെയാണ്. യാത്രകൾക്കിടയിലുള്ള ചെറിയ ഇടവേളകളിലാണ് ഞാൻ നാട്ടിലുണ്ടാവാറുള്ളത്. അപ്പോഴും നാട്ടിലെ ഓരോ വീടുകളിലായി ഞാൻ കയറിയിറങ്ങും. എന്നെ ആശ്രയിക്കാനോ എനിക്ക് ആശ്രയിക്കാനോ ആരുമില്ലാതിരുന്ന ഈ വീടിൻ്റെ വാതിലുകൾ പലപ്പോഴും ഞാൻ തുറക്കാറില്ല. എനിക്ക് വൃഷണങ്ങളില്ല എന്നൊരു വാർത്ത നാട്ടിൽ പരന്നിട്ടുള്ളതായി എനിക്കും അറിയാം. അതിൽ പരിഭവിക്കാനോ അത് തിരുത്താനോ ഞാൻ മെനക്കെട്ടില്ല. ഒരു തരത്തിൽ എനിക്കത് വല്ലാത്തൊരു സ്വാതന്ത്ര്യമാണ് നൽകിയത്. ലൈംഗിക വിചാരം മനസ്സിലില്ലാത്ത എന്നോട് ഇടപഴകുമ്പോൾ സ്ത്രീകൾക്ക് വല്ലാത്തൊരു സുരക്ഷിതത്വം തോന്നിയിരുന്നു. ഭർത്താവിനോട് പറയാൻ നാണിക്കുന്ന കാര്യങ്ങൾ പോലും അവർ ഞാനുമായി പങ്കുവച്ചിരുന്നു. രാത്രിയിൽ സിനിമയ്ക്കും നാടകത്തിനും സർക്കസിനും കൂട്ടുപോവാൻ അവർ എന്നെ കാത്തിരുന്നു. ഈ നെല്ലിൻ്റെ ചോറിന് തിന്നാൻ പറ്റുമോ? ആ, നീ വന്നോ? നീ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സർക്കസിന് പോകായിരുന്നു എന്ന് ഞാൻ ഇപ്പം പറഞ്ഞ് നാക്കെടുത്തതേ ഉള്ളൂ. അതിനെന്താ, നമുക്ക് നാളെ തന്നെ പോയേക്കാം. ഇത് ഞാൻ ചേച്ചിക്ക് വേണ്ടി ബോധ്ഗയിൽ നിന്ന് മേടിച്ചതാ. ഇങ്ങോട്ട് ചേച്ചി, ഞാൻ കുത്തിയിട്ട് തരാം. ഗോപാലേട്ടൻ ലീവിന് വന്നാ? 2 ദിവസമായി വന്നിട്ട്. കൊണ്ടുവന്ന മിലിറ്ററി തീർത്തലായിരുന്നു പറഞ്ഞേക്കണം. ഞാൻ വൈകുന്നേരം ഇങ്ങോട്ട് വരാം. ആ, പറഞ്ഞേക്കാം. ആ, ടീച്ചർ സ്കൂളിൽ നിന്നാ? ഒന്ന് നിന്നേ. ഇത് നബീസമൊക്കെയുള്ളതാ. കുറച്ച് ആഗ്രഹപ്പേടയാ. കഴിഞ്ഞ പ്രാവശ്യം ഓള് പറഞ്ഞു കൊണ്ടുവരണമെന്ന്. ഓ ശരി.
മൃഗശാലയും സർക്കസും ദാസനെ എന്നും വേദനിപ്പിച്ചിരുന്നു. ഇത്രമേൽ അനാഥത്വവും നിസ്സഹായതയും അവൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇത്ര ശാന്തനും പാവവുമായി ഒരാൾക്ക് ജീവിക്കാനാവോ? ഞാനും ആദ്യം ഒന്ന് പേടിച്ചു. ശരിയാ. കേച്ചബ, നിനക്ക് ഇഷ്ടായോടാ സർക്കസ്? സൂക്ഷിച്ച് സൂക്ഷിച്ച്. സ്കൂളിൽ ഒറ്റപ്പെട്ട് കുടുങ്ങിപ്പോയതിൽ പേടിക്കാൻ പോലും അവൾക്കറിയില്ല. ഭയം പോലും വേണ്ടത്ര ഇല്ലാത്ത ഈ കുട്ടി എങ്ങനെ ജീവിക്കും? ഭക്ഷണത്തിലോ ആഭരണത്തിലോ രൂപത്തിലോ ഭാവിയിലോ ഒന്നിലും ഒരു താല്പര്യമില്ല. അച്ഛൻ്റെ ഭീരുത്വവും ഒന്നിലും താല്പര്യമില്ലാത്ത സ്വഭാവവും അതേപോലെ എൻ്റെ മോൾക്കും കിട്ടിയിട്ടുണ്ട്. ഒക്കെ വലുതാകുമ്പോൾ ശരിയാവും, വിഷമിക്കണ്ട. ഇന്ന് രാത്രിയിൽ ആരൊക്കെയാ സന്ദർശകർ? 9 മണിക്ക് പഞ്ചായത്ത് ഓഫീസർ മണി, 10 മണിക്ക് പോസ്റ്റ് മാഷ്, പിന്നെ മനോജും. 11 മണിക്ക് ഞാൻ വരും. എടാ ഗഫൂറേ, നിന്റെ വിസ വന്നോടെ? നീ എന്നാ പോണേ? വിസ വന്നിട്ട് കുറച്ച് ദിവസമായി. അതിനിടയ്ക്ക് ഉമ്മാക്ക് അസുഖം കുറച്ച് കൂടുതലായി. അതുകൊണ്ടാണ് യാത്ര നീട്ടി വെക്കേണ്ടി വന്നത്. എന്തായാലും 25 മുമ്പ് അങ്ങ് എത്തിയേ പറ്റൂ. നീ പോണതിന് മുമ്പ് നമുക്ക് വിശദമായിട്ടൊന്ന് കൂടേണ്ടടാ. ഇന്ന് തീരെ സമയമില്ലടാ. അതിനെന്താ മനോജേട്ടാ, ഞായറാഴ്ച ഞാൻ വീട്ടിലേക്ക് വരാം. മോൾക്ക് നല്ല സുഖമില്ല, നോക്കുമ്പോൾ മരുന്ന് തീർന്നിരിക്കണം, അത് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാ. മോള് വീട്ടിൽ തനിച്ചാ, ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ഓ ആയിക്കോട്ടെ. നീ അപ്പോൾ ഞായറാഴ്ച വാ. വരുമ്പോൾ ആ തബലയും കൂടി എടുത്തോ. നമുക്ക് കുറേ ഗസലൊക്കെ പാടി അടിച്ച് തകർക്കണ്ടേ? നമുക്ക് ഫൈസലിനെ കൂടെ കൂട്ടാം. ഓ നന്നായിട്ട് പാടും. പിന്നെന്താ, ഞാൻ ഇറങ്ങാം. മനോട്ടാ ഒന്നുകൂടെ അടിച്ചിട്ട് പോവാം. 1 ഫോർ ദ റോഡ്. പെട്ടെന്ന് ഒഴിക്കുന്ന. എന്നാ ശരി ശരി, പിന്നെ കാണാം. മനോജെ, ഇതാ മരുന്ന് മറന്നു വെച്ചു. ആ ശരിയാ, കാണാം. ശരി.